സിവിൽ തോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായൊരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോഴോ അല്ലെങ്കിൽ നിലവിലുള്ള കെട്ടിടത്തിൻ്റെ എക്സ്റ്റൻഷൻ വർക്കുകൾ ചെയ്യുമ്പോഴോ റോഡിൽ നിന്നും എത്രത്തോളം സ്ഥലം വിട്ട് വേണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ദേശീയപാത, സംസ്ഥാന പാത, ജില്ലാ റോഡ്, പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ 6 മീറ്ററിലധികം വീതിയുള്ള ഏത് റോഡായിരുന്നാലും അത്തരമൊരു റോഡിനോടാണ് നമ്മൾ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു അതിർത്തി പങ്കിടുന്നതെങ്കിൽ ആ വശത്ത് 3 മീറ്റർ സ്ഥലം ഒഴിച്ചിടേണ്ടതാണ്. റോഡിനോട് ചേർന്ന് വരുന്ന വശത്ത് 3 മീറ്റർ സ്ഥലം ഒഴിച്ചിടേണ്ടതാണ്. പരമാവധി 10 മീറ്റർ വരെ മാത്രം ഉയരമുള്ള കെട്ടിടങ്ങൾക്കാണ് 3 മീറ്റർ ഒഴിച്ചിടേണ്ടത്. 10 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കെട്ടിടമാണെങ്കിൽ അധികമായി വരുന്ന ഓരോ 3 മീറ്ററിനും 50 സെൻറ്റിമീറ്റർ വീതം അധിക സ്ഥലം ഒഴിച്ചിടണം. ഉദാഹരണത്തിന് 16 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടമാണെങ്കിൽ റോഡിനോട് ചേർന്ന് വരുന്ന വശത്ത് 4 മീറ്റർ സ്ഥലം ഒഴിച്ചിടണം. ചിലയിടങ്ങളിൽ വസ്തുവിൻ്റെ ഒന്നിലധികം വശങ്ങളിൽ റോഡ് കാണാറുണ്ട്. അത്തരം വസ്തുവിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ എവിടെയൊക്കെ റോഡ് വരുന്നുണ്ടോ അവിടെയെല്ലാം 3 മീറ്റർ സ്ഥലം ഒഴിച്ചിടേണ്ടതാണ്. പഞ്ചായത്ത് റോഡ്, സംസ്ഥാന പാത, 6 മീറ്ററിലധികം വീതിയുള്ള റോഡ് ഇവയിലേതെങ്കിലുമാണ് വരുന്നതെങ്കിൽ 3 മീറ്റർ സ്ഥലം എത്ര വശങ്ങളിൽ റോഡുണ്ടോ അവിടെയെല്ലാം ഒഴിച്ചിടണം. മുമ്പ് പറഞ്ഞിട്ടുള്ള റോഡുകളൊന്നുമല്ലാതെ അൺനോട്ടിഫൈഡ് റോഡുകൾ, അതായത് പഞ്ചായത്ത് വിജ്ഞാപനം ചെയ്തിട്ടില്ലാത്ത 6 മീറ്ററിൽ താഴെയുള്ള റോഡുകളാണ് വസ്തുവിനോട് ചേർന്ന് വരുന്നതെങ്കിൽ കെട്ടിടവും റോഡും തമ്മിലുള്ള അകലം 2 മീറ്റർ മതിയാകും. ഇനിയുള്ളത് കുതേസാക്കുകളാണ്. കുതേസാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് എൻഡുകൾ അഥവാ ഒരറ്റം അടഞ്ഞ വഴികൾ. ഡെഡ് എൻഡുകളും കെട്ടിടവും തമ്മിലുള്ള അകലം 2 മീറ്റർ മതി. ഡെഡ് എൻഡിൻ്റെ ആകെ നീളം 75 മീറ്ററിൽ താഴെയാണെങ്കിൽ 2 മീറ്റർ വേണ്ട, അവിടെ 1.5 മീറ്റർ മാത്രം സ്ഥലം പാലിച്ചാൽ മതിയാകും. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ബിൽഡിംഗ് റോളിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി ചോദിക്കുക. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക്